ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10 ആലുവ FBOA ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭഗത് സിംഗിന്റെ സഹോദരി പുത്രനായ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ആണ് ഉദ്ഘാടകൻ. കക്ഷി രാഷ്ട്രീയമില്ലാതെ മാർക്സിസ്റ്റ് ആശയങ്ങളുള്ള എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനാണ് ഫോറം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഫോറം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ വി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1931 മാർച്ച് 23 രാജ്ഗുരു, സുഖ്ദേവ് സിംഗ് എന്നിവർക്കൊപ്പം ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലുന്നത്. തികച്ചും ജനാധിപത്യ രീതിയിലായിരിക്കും തുടർ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം അറിയിച്ചു. M. ഗോപകുമാർ, ആനീസ് ജോർജ്, വിശ്വകലാ തങ്കപ്പൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നിലവിലെ ഇടതുപക്ഷ പാർട്ടികൾ അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകൾ ഇടതുപക്ഷ ആശയത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് നിലപാടുകളിൽ വെള്ളം ചേർക്കപ്പെടുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനതയ്ക്കകത്ത് അന്യവർഗ ചിന്താഗതികൾ ഉടലെടുക്കുക സ്വാഭാവികമാണ്. മതീയതയുടെ കാര്യത്തിലായാലും മതപരമായ ആചാരങ്ങൾ അനാചാരങ്ങളായും അന്ധവിശ്വാസങ്ങളായും മാറി കേരളീയ സമൂഹം ഭീകരമായ ഒരു സ്ഥിതിവിശേഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ വേണ്ടത്ര രാഷ്ട്രീയ ബോധം, സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിൽ നമുക്ക് പറ്റിയിട്ടുള്ള വീഴ്ചകൾ കൊണ്ട് യുവത ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്ന വിധത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭഗത് സിംഗിൻ്റെ നാമധേയത്തിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നും ആ ഒരു പ്രത്യയശാസ്ത്രത്തിന് മാത്രമേ സമൂഹത്തെ നേർവഴിക്കും സാധാരണക്കാരൻ്റെ വിമോചനത്തിനും ആവശ്യമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവൂ എന്ന തിരിച്ചറിവ് ഈ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഒരു കൂട്ടം ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയെ എങ്ങനെ അതിജീവിക്കാം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അന്തഃസത്ത എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ അന്വേഷണത്തിനകത്ത് നമ്മൾ കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ സൃഷ്ടിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പ്രവണതകൾ ഉണ്ട്. അതിനകത്ത് വിപ്ലവ പ്രവണതയുണ്ട്, പ്രതിവിപ്ലവ പ്രവണതയുണ്ട്, മതപരമായ പ്രവണതകളുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിപ്ലവകാരികളായ ആൾക്കാരുടെ ഇതിലെ ഏത് പ്രവണതയുമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എത്താൻ പറ്റുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവ പ്രവണതയുമായി ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ആ വിപ്ലവ പ്രവണതയിൽ തന്നെ അങ്ങോട്ട് അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ശരിയായ നിലപാടെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആ വിപ്ലവ പ്രവണത ആത്യന്തികമായി ഇന്ത്യയുടെ മോചനം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വചിന്തയിലൂടെ ആകണം എന്ന് അടിയുറച്ച് വിശ്വസിച്ച, അതേസമയം സ്വാതന്ത്ര്യ സമരത്തിൽ എല്ലാ സമയത്തും നിൽക്കുകയും അതേസമയം അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആൾക്കാരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിൽ കൃത്യമായി സ്റ്റാൻഡ് എടുത്ത ആദ്യത്തെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഭഗത് സിംഗിനെയാണ്.